സഹ്യസാനുക്കളുടെ മടിത്തട്ടിൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തികൾ അലിഞ്ഞു ചേരുന്നിടത്ത് ഹരിതവനത്തിനുള്ളിൽ ശാന്തമായി ലയിച്ചു നിൽക്കുന്നൊരു പുണ്യഭൂമി. കൊല്ലം ജില്ലയിലെ കല്ലടയാറിന്റെ ഓളങ്ങൾ ആർദ്രമായി തഴുകിയുണർത്തുന്ന ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കേരളധരയുടെ രക്ഷയ്ക്കായി പരശുരാമൻ 5 ശാസ്താക്ഷേത്രങ്ങൾ നിർമ്മിച്ചപ്പോൾ കുളത്തൂപ്പുഴയിൽ ബാലരൂപത്തിലും അച്ചൻകോവിലിൽ ഗൃഹസ്ഥനായും ഭഗവാനെ കുടിയിരുത്തി. എന്നാൽ ആര്യങ്കാവിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് കൗമാരത്തിന്റെ പ്രസരിപ്പ് തുളുമ്പുന്ന ശാസ്താരൂപത്തെയാണ്. ദേശവാസികൾ സ്നേഹപൂർവ്വം ഈ ദേവനെ തിരുവാര്യൻ എന്ന് വിളിച്ചു പോരുന്നു. ഗജവീരന്റെ പുറത്ത് വലതുകാൽ താഴേക്ക് തൂക്കിയിട്ടും ഇടതുകാൽ മടക്കിവെച്ചും ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന നിലയിലാണ് ദേവതയുടെ പ്രതിഷ്ഠ. അഞ്ജനപാഷാണം എന്ന അപൂർവ കൂട്ടിലായിരുന്നു ആദ്യ വിഗ്രഹം നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഒരു അഗ്നിബാധയിൽ ആ വിഗ്രഹം 108 കഷ്ണങ്ങളായി ചിതറുകയും ആ തിരുശേഷിപ്പുകൾ പിന്നീട് ഭക്തിപൂർവ്വം പെട്ടിയിലാക്കി സംരക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ മാമ്പഴത്തറ ഭഗവതിയെ ഭഗവാന്റെ വധുവായി സങ്കല്പിച്ചാണ് ആരാധിക്കുന്നത്. ഈ മംഗല്യത്തിനായി തമിഴ് ശൈലിയിൽ തീർത്ത മനോഹരമായ ഒരു കൽമണ്ഡപമുണ്ട്. അതാണ് തൃക്കല്യാണ മണ്ഡപം. ഭഗവാനുമായുള്ള വിവാഹത്തിനായി കാത്തിരിക്കുന്ന ദേവിയുടെ നിശ്ചയചടങ്ങായ പാണ്ഡ്യൻ മുടിപ്പ് അരങ്ങേറുന്നത് ഇവിടെ വെച്ചാണ്. വർഷാവർഷം മുടങ്ങാതെ നടക്കുന്ന ഈ ചടങ്ങുകൾ 2 ദിവസം നീണ്ടു നിൽക്കുമെങ്കിലും ഒടുവിൽ വിവാഹ മുഹൂർത്തത്തിൽ തൃക്കൈകല്യാണം തടസ്സപ്പെടുന്നു. ഇതിലേക്ക് നയിക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് മധുരയിൽ നിന്നും ഒരു സൗരാഷ്ട്ര ബ്രാഹ്മണനും മകൾ പുഷ്കലയും രാജാവിന് നീലപ്പട്ട് സമർപ്പിക്കാനുള്ള യാത്രയിലായിരുന്നു. ആര്യങ്കാവിൽ എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അതിനാൽ മകളെ ക്ഷേത്രത്തിൽ പൂജാരിയെ ഏൽപ്പിച്ച് വ്യാപാരി കാട്ടുപാതയിലൂടെ യാത്ര തുടർന്നു. എന്നാൽ വഴിമധ്യേ കാട്ടാനകളുടെ ആക്രമണമുണ്ടായി. ഭയന്നുപോയ അദ്ദേഹം ആര്യങ്കാവിലപ്പനെ വിളിച്ചു കരഞ്ഞു. ആ ക്ഷണം അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു മലയരയൻ അദ്ദേഹത്തെ രക്ഷിച്ചു. ജീവന് തുണയായി വന്ന ആ മലയരയന് രാജാവിനായി കരുതിയിരുന്ന വിലപ്പെട്ട നീലപ്പട്ട് അദ്ദേഹം സമ്മാനിച്ചു. തുടർന്ന് അദ്ദേഹം തിരികെ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി. പിറ്റേന്ന് പുലർച്ചെ ക്ഷേത്രനട തുറന്നപ്പോൾ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. താൻ കാട്ടിൽ വെച്ച് സമ്മാനിച്ച അതേ നീലപ്പട്ട് ചാർത്തി നിൽക്കുന്ന സാക്ഷാൽ ശാസ്താവിഗ്രഹം. അപ്പോഴാണ് അദ്ദേഹം ആ സത്യം തിരിച്ചറിഞ്ഞത്. മലയരയന്റെ രൂപത്തിൽ വന്നു തന്നെ രക്ഷിച്ചത് സാക്ഷാൽ ആര്യങ്കാവിലെ തമ്പുരാൻ തന്നെയായിരുന്നു. ഭഗവാന്റെ ആ ദിവ്യ തേജസ്സിൽ അനുരക്തയായ പുഷ്കല ഒടുവിൽ ആ ചൈതന്യത്തിൽ തന്നെ ലയിച്ചു ചേർന്നു. ഇതിന്റെ സ്മരണയാണ് വർഷാവർഷം തിരുകല്യാണം നടന്നു പോരുന്നത്. ഇന്നും ധനുമാസത്തിലെ തിരുകല്യാണ മഹോത്സവത്തിൽ മധുരയിൽ നിന്നും സൗരാഷ്ട്രക്കാർ എത്തി വിവാഹ ചടങ്ങുകൾ നടത്തുന്നു. എങ്കിലും അവസാന നിമിഷം ആ മംഗല്യം അപൂർണമായി തന്നെ അവശേഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ ഒരു ലൈക്കിലൂടെ ആ സ്നേഹം പങ്കുവെക്കുമല്ലോ. ഭക്തിസാന്ദ്രമായ കൂടുതൽ അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാവുക.